ഗുഡ് മോർണിംഗ്. സാധാരണ ഇടിയപ്പത്തിന്റെ അപ്പത്തിന്റെ ഒക്കെ കൂടെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ സവാള വഴറ്റി ആ രീതിയിലല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി കറി കാണിച്ചു തരാമേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള കറിയാണ് ഇത്. ഇതിനാദ്യം മുട്ട വേവിച്ചെടുക്കണേ. അത് കഴിഞ്ഞ് സവാളയും ക്യാരറ്റും കിഴങ്ങും പച്ചമുളകും കുക്കറിലിട്ടിട്ട് അതിലോട്ട് മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഇട്ടിട്ട് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കണേ. കിഴങ്ങ് ചെറുതാണെങ്കിൽ മൊത്തത്തിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇത് വേവുന്ന ടൈമിൽ ഇടിയപ്പം കുഴച്ചെടുക്കാമേ. ഓൾറെഡി നല്ല ഇടിയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ സമയം കൊണ്ട് പച്ചക്കറി വെന്തിട്ടുണ്ട്. ഇത് കടുക് പൊട്ടിച്ച പാനിലോട്ട് ഇട്ടിട്ട് കിഴങ്ങ് മാത്രം നല്ലപോലെ മാഷ് ചെയ്തെടുക്കണേ. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് തേങ്ങയും പെരിഞ്ചീരകവും അരച്ചതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണമേ. എന്നിട്ട് ഈ മുട്ട ഉണ്ടല്ലോ ഇതേപോലെ കീറിയിട്ട് ഇതിലോട്ട് ഇട്ടാലും നമ്മുടെ എഗ്ഗ് പൊട്ടറ്റോ കറി റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വ്ലോഗിൽ കാണാമേ.